ഹലോ ഗായ്സ്, കണ്ണൂർ ട്രിപ്പ് വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇത് ഡേ 1 വ്ളോഗാണ്. ഡേ 2 വ്ളോഗ് നെക്സ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളും പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് വീഡിയോ ആണ്. ഈ ഒരു ഡേ ഫുള്ളായിട്ടുണ്ട്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഗായ്സ്, ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത് 5 മണിക്കാണ്. പക്ഷെ വീഡിയോ എടുക്കുന്നത് 5:20 അപ്പോഴത്തേക്കും ബ്രഷ് ചെയ്യലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിരുന്നു. ഇപ്പോൾ കണ്ടില്ല, ഞാൻ ഉറക്കത്തിന് എണീറ്റതിൻ്റെ ഒരു ഇതുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു ട്രിപ്പ് മോഡൊക്കെ ഉണ്ട്. പിന്നെ ഡ്രസ്സുകളൊക്കെ സെറ്റ് ചെയ്തിരുന്നു. പിന്നെ നമുക്ക് രാവിലെ ജസ്റ്റ് എന്തെങ്കിലും കഴിച്ചിട്ട് പോയി വിചാരിച്ചു. അപ്പോൾ ഇവിടെ ചോക്കോപ്പായുടെ ബിസ്ക്കറ്റും പിന്നെ ഉമ്മ കട്ടൻ ചായ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതെല്ലാം കുടിച്ചു. അതിനുശേഷം പിന്നെ നമ്മൾ ഇട്ടിരുന്ന ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് നമ്മൾ മുടിയൊക്കെ കെട്ടി സെറ്റായിട്ട് നിൽക്കാമെന്ന് കരുതി. അപ്പോൾ ഞാനത് അതിന് വേണ്ടിയിട്ട് പോവുമായിരുന്നു. അതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ പെട്ടിയിൽ കുറച്ചുകൂടി സാധനങ്ങൾ വെക്കാനുണ്ടായിരുന്നു. അതെല്ലാം വെച്ച് പെട്ടിയും ക്ലോസ് ചെയ്തു. പിന്നെ ഞാൻ റെഡി ആയിട്ടോ. അപ്പോൾ ഗായ്സ്, ഞാൻ റെഡിയായി. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ 6 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഫുൾ റെഡിയായി, പെട്ടിയൊക്കെ ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ചാർജറും കാര്യങ്ങളും അത്ര വെക്കാറുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇനി ജസ്റ്റ് മുടി ഒന്നും കൂടി ആക്കണം, പിന്നെ സ്പ്രേ അടിക്കണം. വീടിനോട് ഗുഡ് ബൈ പറഞ്ഞ് പോവാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഗായ്സ്, എല്ലാവരും റെഡിയായി. ഇനി കുറച്ച് പരിപാടികളേ ഉള്ളൂ. ഫോണിൽ ചാർജ് ആക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പെട്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കണ്ടില്ലേ വെച്ചിട്ടുണ്ട്. പെട്ടിയും ബാഗും കൂടി ഒരുമിച്ചാണ് വെച്ചിട്ടുള്ളത്. അതേപോലെ ഒക്കെ റെഡിയാക്കി കേട്ടോ. പെട്ടിയൊക്കെ സെറ്റ് ചെയ്തു, നമുക്ക് വെക്കാളൊക്കെ പെട്ടിയിലൊക്കെ വെച്ചു. ഇനി നമുക്ക് ഫോൺ ചാർജറും ഫോണും മാത്രം എടുക്കാനുള്ളൂ, ബാക്കിയൊക്കെ റെഡിയാണ്. ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഫോണും ചാർജറൊക്കെ നമുക്ക് ലാസ്റ്റ് പോകുമ്പോൾ എടുക്കാമല്ലോ. അപ്പോൾ ഫോണിൽ ചാർജ് ആക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതും കൂടി എടുത്തിട്ട് നമ്മൾ ഒരു 6:30 ആകുമ്പോൾ പോകും. ഇപ്പോൾ 6:15 ഒരു 6:30 ആകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. കുറച്ച് പരിപാടികളുണ്ട്, ഫോണിൽ ചാർജ് ആക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, ചാർജറും കാര്യങ്ങളൊക്കെ വെച്ചു, ഫോണൊക്കെ എടുത്തു. ഇനി ഒന്നുമില്ല ഗൈസ്, വണ്ടി വന്നാൽ നേരെ സലാമെല്ലാം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുക, അത്രേ ഉള്ളൂ. അപ്പോൾ ബാഗും കാര്യങ്ങളും പെട്ടിയും ഒക്കെ റെഡിയാക്കി. ഫോണും ഫോണൊക്കെ അവിടെ വെച്ചിട്ട് ചാർജറൊക്കെ ബാഗിൽ വെച്ചു. നമുക്ക് വണ്ടിയിൽ നിന്നും വേണമെങ്കിൽ ചാർജ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ഓക്കെ ആക്കി. ഓക്കെ, ജസ്റ്റ് ടോയ്ലറ്റിലൊക്കെ പോകാണ്ട് ടോയ്ലറ്റിൽ പോയി ജസ്റ്റ് മുടിയൊക്കെ ഒന്നുകൂടി ആക്കി ജസ്റ്റ് സ്പ്രേ ഒക്കെ അടിച്ചിട്ട് നമ്മൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊരു ലോങ് വീഡിയോ ആണ്. നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങണത് മുതൽ അവിടെ എത്തിയതും അവിടുത്തെ കാര്യങ്ങളും അങ്ങനെ അവിടുത്തെ നൈറ്റ് വരെയുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിലുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വണ്ടി വന്നാൽ വീഡിയോ ഉണ്ടാവില്ല. വണ്ടി വന്ന് കയറി പിന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ഒരു ഡേ നമുക്ക് കാണാം. പിന്നെ നാളത്തെ ഒരു ഡേ കൂടി ഉണ്ടാവും. അങ്ങനെ 2 ഡേയുടെ ഒരു 2 വീഡിയോ ആയിട്ടാവും വരുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യൂ. ഇനി നമുക്ക് വണ്ടി വന്നിട്ട് വണ്ടി കയറിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗായ്സ്, കണ്ടില്ലേ, പെട്ടിയും കാര്യങ്ങളും ബാഗ് ആ ഒരു പെട്ടീൻ്റെ അതുമ്പോൾ തന്നെ വെച്ച് സെറ്റ് ചെയ്തു. പിന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തതൊക്കെ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഞാനും ഉമ്മയും കൂടിയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തു കേട്ടോ. അങ്ങനെ ഗായ്സ്, നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങിയത് ഒരു 6 അപ്പോഴത്തേക്കും നമ്മുടെ സൂര്യനെ കുതിച്ച് വന്ന സമയമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് സൂര്യനെ കുതിച്ചിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടില്ല, ഞങ്ങളിപ്പോൾ എല്ലാവരും ഉണ്ട്, ഡ്രൈവറും പിന്നെ സെക്രട്ടറിയും പ്രസിഡൻ്റെ കൂടെ സ്വന്തം മകളും, അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് സ്നാക്സൊക്കെ കൊണ്ടുവരുന്നു. ആ സ്നാക്സ് എല്ലാം കഴിച്ച് അങ്ങനെ എൻജോയ് ചെയ്ത് പോയായിരുന്നു. അതിൻ്റെ ഇടയിൽ പിന്നെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തി കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോണ വഴിയിൽ കണ്ണൂർ എത്തിയിട്ടില്ല, അതിന് കുറച്ച് മുന്നേ ആയിട്ടുള്ള പ്ലേസിൽ നിർത്തിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് നിർത്തി. അപ്പം ഞാൻ വെള്ളപ്പും അതേപോലെ തന്നെ കടലക്കറിയായിരുന്നു പറഞ്ഞത്, പിന്നെ വിത്ത് ചായ. അപ്പം ഇതാണ് കേട്ടോ പ്ലേസ് വരുന്നത്, ദ ലീഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു. അങ്ങനെ ഗായ്സ്, നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്ലേസിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് എല്ലാ പ്രസിഡന്റ്മാർക്കും സെക്രട്ടറിമാർക്കും ഉള്ള ഒരു പ്രോഗ്രാമാണ് വിത്ത് സ്റ്റേ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ, നമുക്ക് ട്രിപ്പായിട്ടൊക്കെ പോവുകയും ചെയ്യാം. അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളവിടെ എത്തി രജിസ്ട്രേഷൻ ചെയ്തു. ഉമ്മാക്കൊരു ബാഗ് അതേപോലെ ഒരു ടാഗും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ ഇവിടെ ഇരിക്കാനൊക്കെ ഒരു പ്ലേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ ഇരുന്ന് കുറച്ച് നേരം. അതിനുശേഷം ആ കാണുന്നില്ല ഒരു വീട് പോലെ, അതിൻ്റെ ഉള്ളിലൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അതെൻ്റെ ഉമ്മയുണ്ട് കേട്ടോ, എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഉമ്മാക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇതൊക്കെ അപ്പോൾ കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പ്രോഗ്രാം വരുന്നത്. MP രാജേഷ് സാർ ഇവിടെ നിന്നിട്ട് പ്രസംഗിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഉമ്മാക്ക് കിട്ടിയിട്ടുള്ള ടാഗും ബാഗും ഇതാണ്. ബാഗിൻ്റെ ഉള്ളിൽ ഒരു ബുക്ക് വിത്ത് പെന്നും ഉണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ ഗൈസ് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. ഇത് ഉമ്മാനെ അറിയുന്ന ഒരാളാട്ടോ, വേറൊരു പ്രസിഡൻ്റാണ്. അതിനുശേഷം പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു, അരിയുണ്ട അതുപോലെ വേറെ കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ ഉച്ചത്തേക്കുള്ള ആ ഒരു ക്യൂ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം പോയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് വാങ്ങാനായിട്ട് കണ്ടില്ല, ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ അവിടെ ആ ഒരു ഇരിക്കാനുള്ള സീറ്റിൽ പോയിട്ട് ഇരുന്ന് കഴിച്ചു. അപ്പോൾ ഇത് ഉമ്മാൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ആനക്കര പഞ്ചായത്ത് പ്രസിഡൻ്റ് അംബിയ പ്രസിഡൻ്റാണ്. കൂടാതെ ആളൊരു ടീച്ചറും കൂടിയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് ഫുഡെല്ലാം കഴിച്ചത്. അതിനുശേഷം അവരും ഞങ്ങളുടെ കൂടെയായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഈ ഒരു ഫുഡ് കോർണറിൻ്റെ അവിടെ ഫുൾ ഇങ്ങനെ നടന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് പുറത്ത് പോകണമെന്നുണ്ടായിരുന്നു ഔട്ടിങ്ങിന്. പക്ഷെ നല്ല രീതിയിൽ ചൂടായതുകൊണ്ട് പുറത്ത് പോകണ്ട, നമുക്ക് റൂമിൽ പോയി റെസ്റ്റ് ചെയ്തതിന് ശേഷം പുറത്ത് പോകാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് വിടുമായിരുന്നു. കാരണം ഭയങ്കര ചൂടാണ്. പ്രോഗ്രാമിൻ്റെ അവിടെ AC ആണെങ്കിലും ഈ ഒരു പുറത്ത് കുറച്ച് ചൂടായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ റൂമിലേക്ക് വിട്ടു. ഞങ്ങൾ നിന്നിരുന്നത് കണ്ണൂരിലായിരുന്നു പ്രോഗ്രാം. പക്ഷെ അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്, ഒരു 12 കിലോമീറ്റർ അത്രയുണ്ട്. പയ്യന്നൂരിലാണ് റൂം വരുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി. അങ്ങനെ ഇതാണ് നമ്മുടെ ഈ ഒരു ഹോട്ടൽ റൂം. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ കയറിയിട്ട് പേരൊക്കെ പറഞ്ഞ് കീ എല്ലാം വാങ്ങുമായിരുന്നു. നല്ല അടിപൊളി സെറ്റപ്പൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ടുള്ള ഒരുപാട് നല്ല സ്ഥലമായിരുന്നു ഈ ഒരു ഹോട്ടൽ റൂം. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ പിന്നെ നമ്മൾ കീ ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റൂം. കണ്ടില്ലേ, ഇവിടെ ഒരു ടാബിളും കാര്യങ്ങളും ഇതൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡ്രസ്സ് വെക്കാനായിട്ടൊരു ഷെൽഫൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ വരുന്നത് ബെഡാണ്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു TVയും അതേപോലെ വൈഫൈയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ കണ്ടില്ലേ ടീയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇരിക്കാൻ ഒരു കസേര, ടീ ഒക്കെ കുടിക്കാനായിട്ട് വേറെ സെപ്പറേറ്റ് ഉണ്ട്. പിന്നെ ബാത്റൂം അല്ലേ, വിശാലമായ ബാത്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി റൂമായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളിതാ ഒരു ചായ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ ചായ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഗായ്സ് നമ്മൾ കെറ്റിലിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അത് ചൂടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഗ്ലാസ്സിലേക്ക് കോഫി പൗഡർ, പാൽപ്പൊടി, പഞ്ചസാര അതൊക്കെ ഇട്ടിട്ട് പിന്നെ കെറ്റിലിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി കോഫി ആവും. നല്ല അടിപൊളി ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, എനിക്കിഷ്ടമായി. അങ്ങനെ പിന്നെ ഞങ്ങൾ കോഫി എല്ലാം കുടിച്ചു. പിന്നെ ഞങ്ങൾ പുറത്ത് പോവാണ്. അപ്പോൾ ഗൈസ് ഞങ്ങളിവിടെ റൂം വെക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പുറത്ത് പോവാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കുറച്ചുകൂടി കാണാം. അങ്ങനെ ഗായ്സ് ഞങ്ങളിതാ പുറത്ത് പോകാമെന്ന് കരുതിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എല്ലാം ചെയ്തിട്ട് പിന്നെ ഞങ്ങളിതാ പുറത്ത് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഹെയർ ഡ്രയർ ഉണ്ടായിരുന്നു, അത് യൂസ് ചെയ്തിട്ട് എൻ്റെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്തു. പിന്നെ പോകാൻ നേരത്തെ എടുത്ത ഫോട്ടോ ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എന്താ ഞങ്ങൾ പോയിട്ടുള്ളത് വാട്ടർഫോളിലേക്കാണ്. സത്യത്തിൽ ഞങ്ങൾ കണ്ട പോലത്തെ വാട്ടർഫോൾ ആയിരുന്നില്ല, കാരണം വെള്ളം കുറവായിരുന്നു. കാരണം മഴയുള്ള ടൈമല്ലല്ലോ, അതുകൊണ്ട് തന്നെ വെള്ളം കുറവായിരുന്നു. എങ്കിലും കുറച്ച് വെള്ളമൊക്കെ ഒലിച്ച് വരുന്നുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ ഹോട്ടലിലേക്ക് തന്നെ വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും ചായ ഉണ്ടാക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഗൈസ് റൂമിൽ ഇങ്ങനത്തെ ഒരു ഇതുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കുടിക്കാൻ ഈസിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളിതിപ്പോൾ എല്ലാം കുടിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഈ ചായ എല്ലാം കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇട്ടിരുന്ന ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ഒന്നും കൂടി ഫ്രഷ് ആയിട്ട് ഞങ്ങൾ രാത്രി ഒരു 7 മണി ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വീണ്ടും ഒന്ന് പുറത്ത് പോകാമെന്ന് കരുതി കേട്ടോ. എന്ന് വെച്ചാൽ ഞങ്ങൾ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ ആ ഭാഗത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അവിടേക്ക് ഒന്നും കൂടി പോകാമെന്ന് കരുതി. അപ്പോൾ ഗൈസ് ഇത് ഞാൻ നൈറ്റ് ഡ്രസ്സായിട്ട് എടുത്തിട്ടുള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഈ ഒരു ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു. അപ്പോൾ ഗൈസ് ഹെയർ ഡ്രയർ യൂസ് ചെയ്ത് മുടിയൊക്കെ സെറ്റ് ചെയ്തു, മുടിയെല്ലാം കെട്ടി. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഇനി പോവുകയാണ്. അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റൊക്കെ കാണിച്ചിടാം കേട്ടോ. ഗൈസ് ഞങ്ങൾ ജസ്റ്റ് ഒരു ഔട്ടിങ്ങിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാനിതാ ചെറിയൊരു ഔട്ട്ഫിറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഔട്ട്ഫിറ്റ് കാണില്ല ഗൈസ്, അപ്പോൾ ഞാൻ കാണിച്ചു കേട്ടോ. അപ്പോൾ ഗായ്സ് ഞങ്ങൾ റെഡിയായി ഞങ്ങൾ പുറത്ത് പോവാട്ടോ. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഓക്കെ, നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗായ്സ് ഇതാണ് എൻ്റെ ഉമ്മാടിയും ഔട്ട്ഫിറ്റൊക്കെ വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല പ്ലേസൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ഫോട്ടോ എല്ലാം എടുത്ത് ഞങ്ങൾ നേരെ പ്രോഗ്രാമിൻ്റെ പ്ലേസിലേക്ക് പോയി. അവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല ക്യൂ ഉണ്ടായിരുന്നത് ഫുഡ് കോർണറിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് പോകുമായിരുന്നു. സത്യത്തിൽ ഞങ്ങൾ ഫുഡിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി, കാരണം നല്ല ക്യൂ ആയതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ബാക്കി എല്ലാ വീഡിയോസും ഉണ്ട് കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. പിന്നെ ഇവിടെ ഭയങ്കര ക്യൂവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ
എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ വീട്ടിലേക്ക് എന്ന് വെച്ചാൽ ഹോട്ടലിലേക്ക് പോവുകയാണ്, ഹോട്ടൽ റൂമിലേക്ക്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ കാണിക്കാം. ഓക്കെ, നമ്മൾ രാവിലെ പ്രോഗ്രാം നടന്നിരുന്ന ആ ഒരു പ്ലേസിൽ അതാണിത്. ഇതിപ്പോൾ അവിടെ ആരുമില്ല, ഇവിടെ റെഡിയാക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ പോയതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോഴാണ് ഗൈസ് എന്ന് വെച്ചാൽ ഹോട്ടലിലേക്ക് പോകുന്ന ആ വഴിയിലായിരുന്നു കണ്ണൂർ കോക്ടെയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയിട്ട് കണ്ണൂർ കോക്ടെയിൽ കുടിച്ചു. ആദ്യമായിട്ടാണ് കുടിക്കണത്. പപ്പായ, ക്യാരറ്റ്, ഫ്രൂട്ട്സ്, നട്ട്സൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഗൈസ് കണ്ടില്ലേ, എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഞാനും ഇനി ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഡേ 2ൻ്റെ വീഡിയോ ഉടൻ തന്നെ വരും. എല്ലാവരും വെയിറ്റ് ചെയ്യൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.